ഹോസ്പിറ്റലിൽ എത്തിയില്ലേ? അവിടുന്ന് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആന്റി. അവരിപ്പോ എത്തും. എത്താനുള്ള സമയമായി വരുന്നുണ്ട്. ചേച്ചി നോക്കിക്കേ, അവരെത്തി. അതെ, ശരിയാണല്ലോ, അവരെത്തിയല്ലോ. ആഹാ, എല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നോ? അപ്പം വരുന്നത് നോക്കി നിൽക്കുകയാണല്ലേ. ജാനുവച്ചി എപ്പോഴാ എത്തിയേ? വന്നിട്ട് കുറച്ചു നേരം ആയോ? ഇല്ല അജി, ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാൻ കുട്ടികളോട് അപ്പൂപ്പന്റെ വിവരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇത് അമ്മേ, അപ്പൂപ്പൻ എന്തിയേ? അമ്മേ, അപ്പൂപ്പനെ കാണുന്നില്ലല്ലോ. ഓ, ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ. എന്നെ അടിച്ച് ഇഞ്ച പരുവാക്കിയതല്ലയോ, അങ്ങനെ പെട്ടെന്നൊക്കെ ഇറങ്ങാൻ പറ്റുമോ വണ്ടിയെന്ന്? എടാ അജി, നീ വായി നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിക്ക്. അമ്മമ്മ എന്തിയാ അപ്പൂപ്പ? ആ, ഞാനിവിടെ ഉണ്ട്. എവിടെ പോകാനാ? എന്നാലും എന്റെ അപ്പൂപ്പ, ഈ ഭ്രാന്ത് പിടിച്ച മുത്തശ്ശിയോട് അപ്പൂപ്പനല്ലാതെ ആരെങ്കിലും വഴക്കിന് പോകുമോ? ആ, ജീവൻ തിരിച്ചു കിട്ടിയത് എന്നെ ഭാഗ്യെന്ന് വെച്ചോ. അവള് മാടമ്പി മനയിലെ മനോരോഗിയാണെന്നുള്ള കാര്യം ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വിളച്ചിലെടുത്താ മനുഷ്യ, നിങ്ങളുടെ 2 കാലും കൂടി ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. ഇഞ്ചിഞ്ചായി എന്നെ കൊല്ലുന്നതിലും ഭേദം ഒറ്റയടിക്ക് നിനക്ക് എന്നെ കൊന്നൂടെ എന്റെ സരസു? അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ എന്റെ ഡാർലിംഗ് അല്ലേ. എന്റെ കേരള മുത്തശ്ശ, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ആരാടി എന്റെ കേരള മുത്തശ്ശൻ? കോൾ മീ കേരൾ സാർ, ഓക്കെ? ചുമ്മാ അതല്ല നിങ്ങൾക്ക് ഈ തല്ലി കിട്ടിയത്. ഇത്രയ്ക്കൊന്നും പോരായിരുന്നു. എന്റെ കാലും കൂടെ തല്ലി ഓടിക്കണമായിരുന്നു. എന്നാലും എന്റെ സരസു ചേച്ചി, ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ചേച്ചിയെ കാണുമ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. നിനക്ക് നിന്റെ വീട്ടിൽ പണിയൊന്നുമില്ലേ? രാവിലെ ഇറങ്ങിക്കോളും കുടുംബകലഹം ഉണ്ടാക്കാനായിട്ട്. പോയി നിന്റെ പണി നോക്ക് പെണ്ണേ. ചേച്ചി ഇത് കാര്യമാക്കണ്ട. അമ്മ കുറച്ച് ദേഷ്യത്തിലാണ്. നമുക്ക് പിന്നെ കാണാം. അച്ഛൻ പോയെന്ന് റെസ്റ്റ് എടുക്കട്ടെ, കേട്ടോ? നമ്മൾ പോണേ, അല്ലെങ്കിൽ ഈ പ്രാന്തിത്തള്ള എന്റെ തല തല്ലി പൊട്ടിക്കും. പിന്നെ ഞാൻ ആശുപത്രി കയറി ഇറങ്ങണം. ഞാൻ പോണു.